ഓണത്തിന് പൂക്കളം ഇടണം. അതിനായി പൂക്കൾ കൃഷി ഇറക്കിയ നിരവധി കർഷകരുണ്ട്. പൂവ് നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടങ്ങൾ മനോഹരമാണ്. പക്ഷേ കൃഷി ഇറക്കിയ കർഷകർ ഇപ്പോൾ ആശങ്കയിലാണ് എന്നതാണ് ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്ലബ്ബുകളും മറ്റു കൂട്ടായ്മകളും ഓണാഘോഷം ഒഴിവാക്കിയാൽ പ്രതിസന്ധിയിലാവുക പുഷ്പകൃഷി നടത്തിയവർ കൂടിയാണ്. ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വട്ടപ്പാറയ്ക്ക് അടുത്തുള്ള ഒരു പൂക്കൃഷി തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ സാധാരണ പച്ചക്കറിയാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ സർക്കാരിൻ്റെയും എല്ലാം പിന്തുണ അവർ ഉൾക്കൊണ്ട് ഇവിടെ ഇത്തവണ പൂക്കൃഷി ഇറക്കി. അങ്ങനെയാണ് എല്ലാ പൂക്കളും, അതായത് അത്തമിടാൻ ഉപയോഗിക്കുന്ന എല്ലാ പൂക്കളും ഇവിടെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. ചേച്ചി, നമ്മൾ എത്ര കാലമായി ഇവിടെ പൂക്കൃഷി തുടങ്ങിയിട്ട്? ഇത് ആരംഭിച്ചിട്ട് ഒരു 5 വർഷം അത്രത്തോളം ആയിട്ടുണ്ട്. നല്ല ആൾക്കാർ ഒരുപാട് പേര് വാങ്ങാൻ വരുന്നുണ്ട്. ഇതിൻ്റെ സ്ഥാപനമുണ്ട് വട്ടപ്പാറ. മലക്കറി ആദ്യം തുടങ്ങി, അത് കഴിഞ്ഞ് പിന്നെയാണ് പൂക്കൃഷി പല പല സാധനങ്ങളുമായി. എങ്ങനെയാ ഒരു കൃഷി രീതി എങ്ങനെയാ? അത് അവര് വണ്ടി ചെയ്ത് വേണം വെക്കുന്നത്. വച്ച് നട്ട് പൊടിപ്പിച്ചാണ് എടുക്കുന്നത്. പരിപാലനമല്ല നിങ്ങളാണല്ലേ? എന്തൊക്കെ ചെയ്യാറ്? നിങ്ങൾ വളമിട്ട് കൊടുക്കുക, മറ്റ് കള പറിക്കുക, വളമിടുക, വെള്ളം നനയ്ക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അവരെല്ലാം കർഷകരാണ്. ഇപ്പം കർഷകത്തിന് മേൽനോട്ടം വഹിക്കുന്ന ചേട്ടൻ നമ്മുടെ കൊണ്ട്. ചേട്ടൻ്റെ പേരെന്താ? ഫോൺ അനി. ചേട്ടനാണ് ഇതിൻ്റെ ഈ പൂക്കൃഷി തോട്ടം മുഴുവൻ നോക്കി നടക്കുക. ഒരുപാട് പൈസ ഇറക്കിയോ? പൈസ കുറേ ആയി തവണ. ഒരുപാട് പൈസ. എങ്ങനെ, എന്തൊക്കെ കൃഷി, എന്തൊക്കെ പൂക്കളാണ് ഇവിടെ? ഇപ്പോഴ് സൺഫ്ലവർ, സൂര്യകാന്തി, സേന്തി, റോസ, പിച്ചി, മുല്ല, അരളി എല്ലാമുണ്ട്. എന്തായാലും നമുക്ക് പൂക്കളുടെ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. നമ്മൾ ഇത്തരം കാഴ്ചകൾ മുൻപ് ഈ പറഞ്ഞതുപോലെ നമ്മൾ തമിഴ്നാട്ടുകളിൽ, കാരണം കേരളത്തിൽ അത്തമിടുക അല്ലെങ്കിൽ വിപണി പ്രതീക്ഷിച്ച് തമിഴ്നാട്ടിൽ കൃഷി ഇറക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇറക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ തമിഴ്നാട്ടിൽ മാത്രം കൃഷി ഇറക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കേരളത്തിലെ പ്രദേശങ്ങളിൽ കൂടി ഈ ഓണ വിപണി ലക്ഷ്യമിട്ട് പൂക്കൃഷി നടത്തി തുടങ്ങിയിരുന്നു. സൺഫ്ലവർ, സൂര്യകാന്തി, കാരണം സൂര്യകാന്തി പാടങ്ങളെല്ലാം നമ്മൾ തമിഴ്നാട്, തെന്മല ആ പ്രദേശങ്ങളിലൊക്കെ മാത്രമായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ അതും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത്തരത്തിൽ ഓണത്തിൻ്റെ അല്ലെങ്കിൽ അത്തമിടുന്ന അത്തത്തിൻ്റെ ഒരു ഭാഗമായി വരുന്നതല്ല എങ്കിൽ പോലും ഇത്തരത്തിൽ സൂര്യകാന്തി കൂടി നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷ നൽകുന്ന സൂര്യകാന്തി കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ നമുക്ക് ഈ തോട്ടത്തിൽ നിന്നായി. എന്തായാലും നമ്മോട് ടൂറിസം മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഔദ്യോഗികമായി സർക്കാരിൻ്റെ ഓണാഘോഷം, സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുള്ള ഓണാഘോഷ പരിപാടികൾ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. എല്ലാവർക്കും ഓണം ആഘോഷിക്കാം. പ്രാദേശികമായ ക്ലബ്ബുകൾക്കും കൂട്ടായ്മകൾക്കും റെസിഡൻസ് അസോസിയേഷനും എല്ലാവർക്കും ഓണം ആഘോഷിക്കാം. എല്ലാവരും പൂക്കൾ വാങ്ങണം, അത്തമിടണം, കൂട്ടായ്മകൾ ഉണ്ടാകണം. ഈ കർഷകർ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചാണ്, എല്ലാവരുടെയും പ്രതീക്ഷ ഈ കർഷകരുടെ കൂടി ഓണമാക്കണം. കാരണം കൃഷി അവരുടെ കൂടി ഭാഗമാണ്. നിങ്ങൾ പ്രേക്ഷകരോട് എന്താ പറയാ? നിങ്ങൾക്ക് പൂ വിറ്റുപോയില്ല എങ്കിൽ, അല്ലെങ്കിൽ പൂക്കൾ കൃത്യമായി വിറ്റുപോയില്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാവും. അതിനു വേണ്ടിയുള്ള ശ്രമമാണ്. നമ്മൾ വിറ്റുപോകുമെന്നാണ് പ്രതീക്ഷ. ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ വലിയൊരു കർഷക കൂട്ടായ്മകളുടെ പ്രതിനിധിയാണ്. ഇതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കർഷക കൂട്ടായ്മകളുണ്ട്. അവർ ഓരോരുത്തരും ഇത്തരത്തിൽ കൃഷിമന്ത്രിയുടെ അടക്കം പ്രോത്സാഹനത്തെ തുടർന്ന് കൃഷി ഇറക്കിയിരുന്നു. ആ കൃഷിയുടെ ഫലമാണ് ഈ കാണുന്ന മനോഹരമായ കാഴ്ചകൾ. എന്തായാലും ആ കാഴ്ചകൾ കാണാൻ വളരെ ഭംഗിയാണ്. പക്ഷേ അവരുടെ ജീവിതം ഇത് വിറ്റുപോയില്ല എങ്കിൽ വളരെ വിഷമകരമാകും. എന്തായാലും ഓരോരുത്തരും ഓണം ആഘോഷിക്കണം, അത്തമിടണം, സന്തോഷിച്ച് ഓണം ആഘോഷിച്ച് മുന്നോട്ട് പോകാം.